ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം സജീവമായി. മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടം. ആലപ്പുഴയിൽ 5ഇടത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. കായംകുളം എരുവയിൽ ആൽമരം കടപുഴകി വീണ് യുവാവിന് പരിക്കേറ്റു. പത്തനംതിട്ട സീതത്തോട് ഗുരുനാഥൻ മണ്ണിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥനും പരിക്കേറ്റു. കൊട്ടാരക്കര പെരുങ്കുളത്ത് ശക്തമായ കാറ്റിൽ തട്ടുകട പറന്നുപോയി. കോട്ടയത്ത് നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആ ദൃശ്യങ്ങളിലേക്കാണ് വാർത്ത ആദ്യം കടക്കുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. മനീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ സജീവമാകുന്നു, കാലവർഷം സജീവമാകുന്നു. ഒപ്പം പതിവില്ലാത്ത തരത്തിൽ ഇന്ന് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപകമായി കാറ്റ് നാശം വിതച്ചതിൻ്റെ വിവരങ്ങളാണ് രാത്രി വൈകിയും വരുന്നത്. ആലപ്പുഴയിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും വൈദ്യുതി ബന്ധം നിലച്ചു എന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് മഴയേക്കാൾ കൂടുതൽ വലിയ ശക്തിക്ക് കാറ്റ് ആഞ്ഞു വീശി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജില്ലയിൽ ഏകദേശം ഒരു 12 സ്ഥലങ്ങളിലാണ് മരം കടപുഴകി വീണ് വലിയ അപകടങ്ങൾ ഉണ്ടായത്. ഒരാൾക്ക് കായംകുളത്ത് പത്തിയൂർ സ്വദേശി റിയാസിന് അതിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലേക്ക് എത്തി. അങ്ങനെ പല സ്ഥലങ്ങളിൽ എടത്വയിൽ ഒരു വീട്ടിലേക്കും ഒപ്പം തന്നെ തൊഴുത്തിലേക്കും മരം കടപുഴകി വീണ് പശുവിന് ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ഇന്ന് മുതൽ സംസ്ഥാനത്ത് അടുത്ത 4 ദിവസത്തേക്ക് കനത്ത മഴ ഈ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിൽ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും എറണാകുളത്താണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടാണ്. ഒപ്പം തന്നെ നിലവിൽ തുടരുന്ന വിലക്ക് ഈ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ചും കേരളം, കർണാടകം, ലക്ഷദ്വീപ് തുടങ്ങിയ തീരദേശ മേഖലയിൽ തുടരുന്ന വിലക്ക് അത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്ന് കൂടി അറിയുന്നുണ്ട്. പ്രത്യേക ശ്രദ്ധ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് തീരപ്രദേശ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് കൂടി പറയുന്നത്. ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അതിന് ഓരോ സ്ഥലം എടുത്തു പറയുകയാണെങ്കിൽ കരുമാടിയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ അവിടെ വടക്കേ പുത്തൻപുരയ്ക്കൽ രക്തമ്മയുടെ വീടിന്റെ മുകളിലേക്ക് മാവും അടയ്ക്കാമരവും വീണ് ആ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നുപോയി. ഷീറ്റ് വെച്ചുള്ള മേൽക്കൂരയായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായത് പറന്നു പോവുകയും പിന്നീട് ഭിത്തിക്ക് വിള്ളൽ വരികയും വീട് പൂർണ്ണമായി തകരുന്ന നിലയിലേക്ക് എത്തി. എടത്വയിലാണെങ്കിൽ തലവടി പഞ്ചായത്ത് 11ാം വാർഡിലാണ്. അവിടെ ഒരു വീടിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ വീടിന്റെ മേൽക്കൂരയിലേക്ക് മരം വന്ന് വീണു. ഒപ്പം തന്നെ തൊഴുത്തിലേക്ക് വന്ന് വീണു. പശുവിന് ഗുരുതരമായി പരിക്കേറ്റു. വീട്ടിലുണ്ടായിരുന്ന ആർക്കും പക്ഷേ ഭാഗ്യകരമായി അവരെല്ലാം രക്ഷപ്പെട്ടു. അവർക്കൊന്നും പരിക്കുകൾ ഉണ്ടായില്ല. പുറക്കാട് പഞ്ചായത്ത് 2ാം വാർഡിലാണ്. ഒരു മുതിരപ്പറമ്പിൽ വത്സലയുടെ വീടിന്റെ മുകളിലേക്ക് മരം വീണു. ഇതേ തുടർന്ന് വീടിന്റെ ഭിത്തിക്ക് പൊട്ടലുണ്ടാവുകയും ജനൽച്ചില്ലുകളെല്ലാം പൊട്ടുകയും ചെയ്തു. പിന്നീട് മാന്നാറാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ബന്ധം തരാറുള്ളത്. അവിടെ വൈദ്യുതി ലൈനിന് മുകളിലേക്ക്
മരം വീണ് അവിടെ ട്രാൻസ്ഫോർമർ അടക്കം തകരാറ്, അങ്ങനെ വൈദ്യുതി ബന്ധം താറുമാറായ നിലയിലാണ്. ഇപ്പോഴും മാന്നാറിലെ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. അവിടെ കറണ്ട് വൈദ്യുതി ബന്ധം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ടാണ് കായംകുളത്ത് നിന്നുള്ള വിവരം വന്നത്. കായംകുളത്ത് എരുവയിലാണ് അപകടമുണ്ടായത്. അവിടെ എരുവ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഒരു ക്ഷേത്രത്തിലെ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണ് അവിടെ ബൈക്ക് യാത്രക്കാരനായ റിയാസ്, പത്തിയൂർ സ്വദേശി റിയാസിന്റെ മേത്തേക്ക് അത് വന്ന് വീണു. അദ്ദേഹത്തിനെ അവിടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ, അതായത് ഉച്ചയ്ക്ക് ശേഷം മുതൽ തുടങ്ങിയ മഴ വൈകിട്ട് 6 മണി വരെയും പല സ്ഥലങ്ങളിൽ ഇടവിട്ട് തോർന്ന് വന്ന നിലയിൽ നിന്നു. നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഒരു മഴ സാധ്യത കൂടി ഉണ്ട്. എന്താണെങ്കിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 4 ദിവസം ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ്. ശരി മനീഷ്, എന്തായാലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും മധ്യ കേരളത്തിൽ എറണാകുളം, ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലുമാണ് കനത്ത കാറ്റ് വീശിയത്. കാലാവസ്ഥാ മുന്നറിയിപ്പ്, അങ്ങനെ കനത്ത കാറ്റുണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ നാശനഷ്ടമാണ് ഈ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെയാണ് ഇടുക്കി നേര്യമംഗലത്ത് വില്ലാഞ്ചിറയിൽ മരം കാറിന് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചത്. ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി ജോസ് ആണ് മരിച്ചത്. മരം വീണ് KSRTC ബസ്സിനും കേടുപാടുണ്ടായി. ഉച്ചയോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തേക്കുമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് രണ്ടാമത് വീണ്ടും വൻമരം കടപുഴകി വീണത്. ഒരു കാർ പൂർണ്ണമായും തകർന്നു. കാർ യാത്രികൻ പാണ്ടിപ്പാറ സ്വദേശി ജോസ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മകൾക്കും മരുമകനും പരുക്കേറ്റു. KSRTC ബസ് ഭാഗികമായി തകർന്നു. 2 മണി സമയമായപ്പോഴത്തേക്കും നല്ല കാറ്റ് പെട്ടെന്ന് വീശി. ഒരു 5 മിനിറ്റ് കാറ്റ്, അതിശക്തമായ കാറ്റായിരുന്നു. ആ സമയത്ത് താഴെ 2 മരം മറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ അപ്പോൾ വഴി മൊത്തം ബ്ലോക്കായി. അത് കഴിഞ്ഞ് അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിലെ കുറച്ച് വണ്ടിയിൽ കുറച്ച് ആൾക്കാർ 2-3 മണിക്കൂറൊക്കെ പെട്ടാണ് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടമുണ്ടായ പ്രദേശത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകി. അപകട ഭീഷണിയുള്ളതെല്ലാം മുറിക്കാനുള്ളത് ചെയ്യും. വഴിയരിയിലെ മരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ 10-15ഓളം മരങ്ങൾ നമ്മൾ മുറിച്ചു. ഇപ്പോഴും അപകടകരമായി നിൽക്കുന്നുണ്ട്. നിരവധി മരങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും അപകടകരമായത് മുറിക്കുകയാണ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലയിലെ അപകടാവസ്ഥയിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. ഇപ്പോഴൊരു പ്രധാന വിവരം കൂടി വരുന്നുണ്ട്. എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ ശക്തമായ കടലേറ്റമെന്നാണ് പറയുന്നത്. 4 വീടുകളിൽ കടൽവെള്ളം കയറിയിട്ടുണ്ട്. ബീച്ചിന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ആലുവ, ചെങ്ങമനാട് ഇന്ന് വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ 14 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണും മേൽക്കൂരകൾ പറന്നുപോയുമാണ് നാശനഷ്ടമുണ്ടായത്. പഞ്ചായത്തിലെ 9, 10 വാർഡുകളിലാണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ തുടങ്ങി. കേരളത്തിൽ നിന്ന് ശശി തരൂർ ഒഴികെയുള്ള MP-മാർ സത്യവാചകം ചൊല്ലി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. സഭയിൽ പുതുമുഖമായ ഷാഫി പറമ്പിലടക്കം 4 അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഹൈബി ഈഡൻ ഹിന്ദിയിലും പ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ മലയാളത്തിൽ സത്യവാചകം ചൊല്ലി. मैं हाईबी ईडन जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत की संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रबुद्धता ഘടനയുടെ പകർപ്പ് കൈകളിലേന്തിയായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ഏക ഇടതംഗം K. രാധാകൃഷ്ണൻ മലയാളത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്തു. K. രാധാകൃഷ്ണനായ ഞാൻ ലോകസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും. വിദേശത്തായതിനാൽ ഡോക്ടർ ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടൈം സ്പീക്കർ
ഭർതൃഹരി മഹ്താബിന്റെ അധ്യക്ഷതയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രോടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിനെതിരെ പ്രതിപക്ഷ ഭരണഘടനാ പകർപ്പുമായി ഇന്ന് പ്രതിഷേധിച്ചു. സഭാ നടപടികൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും സത്യവാചകം ഏറ്റുചൊല്ലി പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മഹ്താബ് 11 മണിക്ക് സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി അംഗീകരിച്ചതായി അധ്യക്ഷൻ സഭയെ അറിയിച്ചു. തുടർന്ന് എംപിമാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं. ഭരണഘടനയുടെ ചെറുപതിപ്പുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. പ്രതിപക്ഷം സഭയുടെ മര്യാദ പാലിക്കണമെന്ന മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി श्रेष्ठ भारत निर्माण का, विकसित भारत 2047 तक का लक्ष्य, ये सारे सपने लेकर के, ये सारे संकल्प लेकर के आज 18वीं लोकसभा का प्रारंभ हो रहा है. മോദിയുടേത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് മല്ലികാർജുൻ ഖർഗെ തിരിച്ചടിച്ചു. 24 ഡൽഹി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയിൽ ഇന്നും ചൂടേറിയ ചർച്ച നടന്നു. സീറ്റുകൾ കുറവെന്നും സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് സഭയിൽ ഉപക്ഷേപം അവതരിപ്പിച്ചത് ഭരണപക്ഷത്തു തന്നെയുള്ള അഹമ്മദ് ദേവർഗോവിലാണ്. കണക്കുകൾ നിരത്തിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. അധിക ബാച്ച് അനുവദിക്കാതെ വേറെ പോംവഴിയില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. കണക്കുകൾ വെച്ചുകൊണ്ട് ചില കുറവുകൾ, സീറ്റുകളിൽ വന്നിട്ടുള്ള കുറവുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിഹരിക്കാൻ ഏതാണ്ട് 21,640 കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന 70,976 സീറ്റുകളിൽ ആകെ 66,024 വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും 4,952 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ +2 സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അൺഎയ്ഡഡിലും പോയാൽ പോരെ? ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ? 6 കൊല്ലായില്ലേ ഈ ഗവൺമെൻറ് പ്രൊപ്പോഷണേറ്റ് ആയിട്ട് സീറ്റ് വർധനവ്, കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ? അതാണ് ബാച്ചുകൾ അനുവദിക്കണം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് സർക്കാരിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരത്തും കൊല്ലത്തും KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. മലപ്പുറത്തും കോഴിക്കോട്ടും വയനാട്ടിലും പ്രതിഷേധമുണ്ടായി. KSU നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. KSU, MSF, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളാണ് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കിയത്. മലപ്പുറത്തും കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിച്ചു. കനത്ത മഴയിൽ പാലക്കാട്, കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തും കൊല്ലത്തും KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിസന്ധി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല വിദ്യാഭ്യാസ ബന്ദ് ഉൾപ്പെടെ നടത്തി മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 സീറ്റ് ലഭിക്കുന്നതുവരെ സമരവുമായി കേരളത്തിന്റെ തെരുവുകളിൽ KSU ഉണ്ടാകുമെന്ന ഊർജ്ജ പ്രഖ്യാപനത്തോടുകൂടി ഇനിയുള്ള സമര പോരാട്ടങ്ങൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനമെന്ന് കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. 24 മലപ്പുറം. അതേസമയം +1 സീറ്റ് പ്രതിസന്ധിയിൽ SFI സമരത്തെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുറച്ചു നാളായി സമരം ചെയ്യാതെ ഇരിക്കുകയല്ലേ എന്നും സമരം ചെയ്ത് ഉഷാറായി വരട്ടെ എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. വാർത്താമഴ തുടരുന്നു. സ്വന്തം ഭാര്യയെ വിവാഹം കഴിച്ച് നടൻ ധർമ്മജൻ ബോൾഗാട്ടി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി 16 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇരുവരും നിയമപരമായി വീണ്ടും വിവാഹം ചെയ്തത്. മക്കളെ സാക്ഷിയാക്കി നടൻ ധർമ്മജൻ ഭാര്യ അനുജയ്ക്ക് താലി ചാർത്തി. 16 വർഷം മുമ്പ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. അന്ന് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന ധർമ്മജൻ. എനിക്ക് ഭയങ്കര സന്തോഷത്തിലുപരി ഞാനൊരു കറക്റ്റായിട്ടൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ്.
എന്നെപ്പോലെ പലരും ഉണ്ടാവും ഇതേപോലെ കല്യാണം കഴിച്ചവർ, ഇങ്ങനെ കല്യാണം കഴിച്ചവർ ഒരുപാട് പേരുണ്ടാവും, പ്രേമിച്ച് വിവാഹം കഴിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം കൂടിയാണിത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദയും 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വൈകിയുമാണ് മക്കൾ. വീണ്ടും വിവാഹം നടത്തിയതിൽ സന്തോഷമെന്ന അനുജ. ഫസ്റ്റ് സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ആ ടെൻഷൻ ഇല്ലായിരുന്നു. എല്ലാവരും അന്ന് പറഞ്ഞ വീട്ടുകാരെയൊക്കെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. ഇന്നിപ്പോ വീട്ടുകാരും കൂടി കൂടെയുള്ളതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയാണ് എന്റെ ഭാര്യ വിവാഹിതയാകുന്നു, വരൻ ഞാൻ തന്നെ എന്ന തലക്കെട്ടോടെ ധർമ്മജൻ ഫേസ്ബുക്കിൽ വിവാഹ ഫോട്ടോ പങ്കുവച്ചത്. ഒട്ടേറെ പേരാണ് ആശംസ അറിയിച്ചത്. 24 കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.